LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ പിക്ചർ ക്വാളിറ്റി കുറവാണ്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പിക്ചർ. പിന്നെ ഈ ബ്ലൂ ബാക്കും ഗ്രെയിൻസൊക്കെ ഒരു മങ്ങി ആണ് നിൽക്കുന്നത്. പിന്നെ വീഡിയോ ഇട്ടാലും വീഡിയോ വന്നിട്ട് ഡള്ളാണ്, പിക്ചർ ഡള്ളാണ്. പിന്നെ ഒരു ലൈൻസ്, അതായത് ഈ ബ്ലാക്ക് ലൈൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിക്ചറിലും, അതല്ലാതെ നോർമൽ ബ്ലൂ ബാക്കിലും. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ ഇടയ്ക്ക് ഒരു മണിക്കൂറിൽ ഓടിക്കുമ്പോൾ താനെ ഓഫായിട്ട് ഓണാവും. അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷെ അത് വല്ലപ്പോഴേ വരുന്നുള്ളൂ. ഈ ഒരു ബ്ലാക്ക് ലൈൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വെട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെട്ടി 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 നിൽക്കും സ്ക്രീനിൽ. അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്തിട്ട് എന്തെന്ന് വെച്ചാൽ ബാക്കി നോക്കാം. ഈ പിക്ചർ വന്നിട്ട് ഡള്ളായി നിൽക്കുന്ന, ഒരു ക്ലാരിറ്റി കുറവായി നിൽക്കുന്നതും ബേസ് ബോർഡ് ഫസ്റ്റ് നോക്കണം. ബേസ് ബോർഡിലെ ഒരു കപ്പാസിറ്റർ മാറണം. ഈ ഒരു കപ്പാസിറ്ററൊക്കെ മാറണം. പിന്നെ പുറത്ത്, അതായത് ബേസ് ബോർഡിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ, ഇതും മാറണം. അപ്പോൾ ഈ 2 കപ്പാസിറ്റർ മാറണം. പിന്നെ ബോർഡിലുള്ള ഈ ഒരു കപ്പാസിറ്ററും കൂടെ മാറണം. എന്നാലേ ആ പിക്ചർ ക്ലാരിറ്റി കുറവായിരിക്കുന്നതൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് വരും. പിന്നെ ഈ ഒരു ABL സെക്ഷൻ, വെർട്ടിക്കൽ സെക്ഷൻ, ഈ ബ്രൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, കോൺട്രാസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു സെക്ഷൻ വന്നിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്യണം. നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ ഡ്രൈ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ വന്ന് വെട്ടി വെട്ടി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ഡ്രൈ സോൾഡറിങ് ചെയ്യണം. മെയിൻ IC ഉൾപ്പെടെ, പിന്നെ പവർ സപ്ലൈ ഉൾപ്പെടെ ഡ്രൈ സോൾഡറിങ് ചെയ്യണം. എന്നിട്ട് ആ കപ്പാസിറ്റർ മാറ്റിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. കൺഫേം ആണ്, ആ കംപ്ലൈൻസ് എല്ലാം മാറിയിരിക്കും. ഫൈനലി ഈ ഒരു 3 കപ്പാസിറ്റർ മാറിയിട്ടുണ്ട്. 2 കപ്പാസിറ്റർ ബേസ് ബോർഡിലുള്ള കപ്പാസിറ്ററാണ്. 1 കപ്പാസിറ്റർ വന്നിട്ട് ബോർഡിലുള്ള കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതൊക്കെ ഈ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ പിക്ചർ ക്ലാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതൊക്കെ വീക്കായിരുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റി കുറയും, ഡള്ളായിട്ട് നിൽക്കും, അതായത് പിന്നെ മങ്ങി പിടിച്ച് നിൽക്കും. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കാണിക്കും സ്ക്രീനിൽ. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതുകൊണ്ട് ആ ഒരു പ്രോബ്ലംസൊക്കെ മാറിപ്പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ബോർഡാണ്. ബോർഡിൽ ABL സെക്ഷൻ, പവർ സപ്ലൈ സെക്ഷൻ, വെർട്ടിക്കൽ സെക്ഷൻ, ഹൊറിസോണ്ടൽ സെക്ഷൻ, മെയിൻ IC ഉൾപ്പെടെ ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വെട്ടലും വിറയലൊക്കെ കൂടുതൽ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോർഡ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കപ്പാസിറ്ററാണ് ബോർഡിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ ഇനി ഓൺ ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡ്രൈ സോൾഡറിങ് കപ്പാസിറ്റർ മാറ്റണൊക്കെ അതിലൊക്കെ നിൽക്കാതെയും ചില കംപ്ലൈൻറ്റ്സ് വരും. അതൊക്കെ വേറെ ABL സൈഡൊക്കെ വോൾട്ടേജ് ഒക്കെ നോക്കി പിന്നെ റെഡിയാക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ ഇതിപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ബ്ലാക്ക് ലൈൻസ് ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. പിക്ചർ ക്വാളിറ്റി, പിക്ചറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു, ഒരുമാതിരി മങ്ങി പിടിച്ച് വെട്ടി വെട്ടിയൊക്കെ ആയിരുന്നു നിന്നത്. ആ ബ്ലാക്ക് ലൈൻസ് ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് പ്രോബ്ലംസ് മാറിയിട്ടുണ്ട്.